മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/9/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം. ഉത്രട്ടാതി 4-ാം പാദം. കർക്കടക ലഗ്നം. ലഗ്നത്തിൽ ബുധൻ ശുക്രൻ. 2-ൽ സൂര്യൻ കുജൻ. 3 ശൂന്യം. 4-ൽ ശനി കേതു. 5-6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ വ്യാഴം. 8 ശൂന്യം. 9-ൽ ചന്ദ്രൻ. 10-ൽ രാഹു ഗുളികൻ. 11-12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യവും അറിയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിരുന്നത്. ഈ ഗ്രഹനിലയിൽ നീചഭംഗ രാജയോഗമുണ്ടോ എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. വ്യാഴം ലഗ്നാൽ 7-ൽ മകരത്തിൽ നീചനായി നിൽക്കുന്നു. അതിന് ഭംഗമുണ്ട്. അത് നീചഭംഗ രാജയോഗം തന്നെയാണ്. പ്രസ്തുത വ്യാഴം 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നു. കർക്കടക ലഗ്നം. സ്വതവേ കർക്കടകത്തിൽ വ്യാഴം ഉച്ചനാണ്. അപ്പോൾ അത്തരം വ്യാഴം പ്രത്യേകിച്ചും നീചഭംഗ രാജയോഗം കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം രാജാവാകാൻ തന്നെ യോഗമുണ്ട് എന്ന് സാരം. ഇവിടെ എന്നാൽ ചോദിക്കും, പോസിറ്റീവ് മാത്രമാണോ ഈ ഗ്രഹനിലയുടെ ഉദ്ദേശം? അല്ല. ഈ ഗ്രഹനിലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്ന നെഗറ്റീവ്സും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 2-ൽ ധനസ്ഥാനത്ത് സ്വന്തം ക്ഷേത്രത്തിൽ സൂര്യൻ വളരെ വളരെ നല്ലതാണ്. അവിടെ 10-ാം ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ ധനസ്ഥാനത്ത് സൂര്യനോടൊത്തു നിൽക്കുന്നു. അത് അതിലേറെ നല്ലതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ലാഭമോ അതല്ല എങ്കിൽ വലിയ ലാഭമോ ഉണ്ടാക്കാൻ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ്. ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ജോലി ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ലാഭം എന്ന് പറയുന്ന ഒരു വാക്കവിടെ എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ഉതകുന്ന ഗ്രഹനില തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത്. ധാരാളം പണം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. പക്ഷേ ലഗ്നാൽ 10-ൽ രാഹു ഗുളികൻ എന്ന് പറയുന്ന അവസ്ഥയുള്ളപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആളുകളുമായോ അനുഭവങ്ങളുമായോ ഒക്കെ ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും 12-ാമത്തെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി കൊടുക്കുന്നു. ഉപരി 1, 2, 3, 4, 5 5-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ, മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം, ശക്തനായ കുജൻ അതിലും ശക്തനായ സൂര്യനോടൊത്ത് ചിങ്ങത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഗുളികൻ രാഹു ആദ്യം ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നീട് അതിനെ വകഞ്ഞു മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അതിന് റിസൾട്ട് 100% ഉണ്ടാവുകയും ചെയ്യും. ചന്ദ്രൻ ഗുളികൻ രാഹു കോമ്പിനേഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നല്ലതല്ല എന്ന്. ഇവിടെയും അത് ബാധകം തന്നെയാണ്. അദ്ദേഹത്തെ അത് ബാധിക്കാറുമുണ്ട്. പക്ഷേ അത് ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ട്. ആ ഐഡിയ എന്ന് പറയുന്ന അവസ്ഥ കൊടുക്കുന്നത് ഇവിടെ 5-ാം ഭാവാധിപൻ. പേടിക്കേണ്ടുന്ന കാര്യമില്ല, ധൈര്യമായിരിക്കൂ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് അവിടെ കുജൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അത് അദ്ദേഹത്തിന് ഗുണമായി, നേട്ടമായി, ലാഭമായി, മെച്ചമായും അത് മാറുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഉപരി ലഗ്നാൽ 4-ൽ ശനി ഉച്ചനായിട്ട് നിൽക്കുന്നു. വളരെ വളരെ നല്ലതാണ്. കേതു ഉണ്ട്, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഉച്ചനായിട്ട് ശനി നിൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നീചനായി സൂര്യൻ വരാൻ പാടില്ല. കാരണം അപ്പോൾ അവിടെ ഒരു അതിഭയങ്കരമായിട്ടുള്ള 2 ശത്രുക്കളുടെ ഒരു കോമ്പിനേഷൻ, ഒരു സംയോഗം അവിടെ സംഭവിക്കും. ഉച്ചനായിട്ട് ശനി നിൽക്കുന്നു, നീചനായിട്ട് സൂര്യൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണത്. വളരെ ടഫായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണത്. അത്തരം സൂര്യനോ ശനിയോ നീചഭംഗ രാജയോഗം കൊടുത്തു നിന്ന് കഴിഞ്ഞാൽ അതിനെ സൂക്ഷിക്കുകയും വേണം.
വളരെ സൂക്ഷിക്കുകയും വേണം. അത്തരം ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട്. ഉപരി എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് തന്നെ അത്തരമൊരു ജാതകമാണ്. അദ്ദേഹത്തിന് ശനിദശ നടക്കുകയും ചെയ്യുന്നു. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്, നിലവിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ അത്തരം അവസ്ഥകളിൽ അല്ലാതെ നീചഭംഗം ചെയ്ത് ഇതേപോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ, വ്യാഴം 7-ൽ മകരത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ഉച്ചനായി ലഗ്നാൽ കേന്ദ്രഭാവത്ത് 4-ൽ നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ജാതകത്തിൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയക്കാർക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് കാണാൻ സാധിക്കും. വളരെ ചെറിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങി പിന്നീട് പടിപടിയായി ഉയർന്ന് വളർന്ന് പന്തലിച്ച് വടവൃക്ഷമാകുന്ന ഒരവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ നീചഭംഗ രാജയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും ഇപ്പോൾ നീചത്തിൽ നിൽക്കുന്നു എന്ന് കരുതി അത് ഭംഗം ചെയ്തോണം എന്നില്ല. ഭംഗം ചെയ്യുന്നതിനൊരു റൂളുണ്ട്. ആ റൂള് പാലിക്കുന്നുണ്ടോ എന്നതറിയുകയാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് പാലിക്കുന്നില്ല എങ്കിൽ പ്രസ്തുത ഗ്രഹത്തെ കൊണ്ട് അല്ലെങ്കിൽ അപഹാരങ്ങൾ ദശകളൊക്കെ വരുന്ന സമയത്ത് അഭാവത്തെ കൊണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നീക്കാനായിട്ട്. പക്ഷേ നീചഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് മോശം വന്നിട്ടുണ്ടെങ്കിൽ അതേ ഗ്രഹം തന്നെ അതിനെ ഭംഗം ചെയ്ത് ദ ബെസ്റ്റ് അല്ലെങ്കിൽ രാജയോഗം തന്നെ കൊടുക്കും. അത് 100% കൊടുത്തിരിക്കും. ഇവിടെ ഇദ്ദേഹത്തിന് പറഞ്ഞ ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത്, വരവ് ധാരാളമുണ്ട്, ധാരാളം പണം വരുന്നുണ്ട്, പക്ഷെ ചെലവുകൾ കൂടുതലാണ്. ഒറ്റ റീസൺ. ഒന്ന്, ലഗ്നാൽ 12-ാം ഭാവം വ്യയസ്ഥാനം, അതിൻ്റെ അധിപൻ ബുധൻ ലഗ്നത്തിൽ ശുക്രനോടൊത്ത് നിൽക്കുന്നു. കർക്കടക ശുക്രൻ ബുധൻ സുഹൃത്തുക്കളാണ്, വളരെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ശുക്രദശ നടക്കുകയും ചെയ്യുമ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. പണം തെറിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ശുക്രൻ. അതേതെങ്കിലുമൊക്കെ രീതിയിൽ പണം ചിലവായി പോകുന്നതിന് ഒരു പ്രധാന റീസൺ തന്നെയാണ്. ശുക്രൻ്റെ അപഹാരം അല്ലെങ്കിൽ ശുക്രദശയൊക്കെ മുൻപ് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ചില ആളുകൾക്കൊക്കെ അതിൽ വളരെ കൃത്യമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം 500 രൂപ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ 1000 രൂപ പോകും. പക്ഷേ വീണ്ടും 2000 വരും, അന്ന് അതിൽ നിന്നും ചിലവുണ്ടാകും. ഇതൊരു ഓട്ടോമാറ്റിക്കൽ പ്രോസസ്സായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടുന്ന ശ്രദ്ധ നിർബന്ധമായും കൊടുക്കേണ്ടതാണ് എന്ന് വെച്ച് ഭയപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. ഈ ശുക്രദശ തീരുന്നതിനനുസരിച്ച് നെക്സ്റ്റ് വരുന്നത് സൂര്യദശയാണ്. ധനസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ, വർഗോത്തമം ചെയ്തിട്ടുള്ള സൂര്യൻ വളരെ വളരെ നല്ലതാണ്. പൊതുവെ ഇദ്ദേഹത്തിന് ദാനധർമ്മങ്ങൾ ചെയ്യുക പോലെയുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ്, ലഗ്നത്തിലേക്കൊക്കെ വ്യാഴം ദൃഷ്ടി ചെയ്താൽ അല്ലെങ്കിൽ ലഗ്നത്തിലൊക്കെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്കൊക്കെ സഹജീവി സ്നേഹം അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് കണ്ടുവരാറുണ്ട്. ഈ വ്യക്തിക്കും അത് ധാരാളമായിട്ടുണ്ട്. അതിനനുസരിച്ച് ഗുണം അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ അദ്ദേഹം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം സ്വയമായി തന്നെ കൃത്യമായത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ഒരുവിധ നെഗറ്റീവ്സ് ഒന്നും അദ്ദേഹത്തെ ബാധിക്കുകയുമില്ല. എന്നാൽ ഈ ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് പ്രാക്ടിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ കണിശമായും ചെയ്ത് പോകേണ്ടതുമാണ്. ഇവിടെ ഈ 10-ാം ഭാവാധിപനൊക്കെ പ്രത്യേകിച്ചും ധനസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ചെറിയ ഒരു ബിസിനസ്സായിരിക്കും അവർ ആദ്യം ചെയ്യുക, പിന്നീട് ഇത് വളർന്നങ്ങ് പന്തലിക്കും. അല്ലെങ്കിൽ ഏവരും ശ്രദ്ധിക്കുന്ന ഒരു ഫേം, ഒരു പ്രസ്ഥാനമായിട്ടത് മാറുകയും ചെയ്യും. നോക്കുന്നതെല്ലാം പണമായിട്ട് മാറുന്നൊരവസ്ഥ ചില ആളുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇത്തരം ഗ്രഹനിലകളിൽ പെടുന്ന അത്തരം ഗ്രഹനിലകളിൽ പെടുന്ന ഒരു ഗ്രഹനിലയാണിത്. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ധനസ്ഥാനത്ത് ചിങ്ങത്തിൽ സൂര്യനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാം. അപ്പോഴും രാഹു ഗുളികൻ ഇഫക്റ്റ് അവിടെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള സൂത്രബുദ്ധിക്കാരായിട്ടുള്ള കൗശലബുദ്ധിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തട്ടിപ്പുകാരായിട്ടുള്ള ആളുകളുമായിട്ട് സഹകരിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അവിടെ ബുദ്ധിപരമായി ചിന്തയോടെ കാര്യങ്ങളെ നീക്കാൻ ശ്രദ്ധ, ജാഗ്രത അത്യാവശ്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാദിയാണ് നക്ഷത്രം. ശനി ദശയിൽ ജനിച്ചു.
88 വരെ ശനിദശ, അതിനുശേഷം ബുധൻ 2005 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു 2012 വരെ, ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ 2032 വരെ 20 കൊല്ലം ശുക്രദശ, അതിനുശേഷം സൂര്യൻ 2038 വരെ 6 കൊല്ലം, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം, അതിനുശേഷം കുജൻ 7 കൊല്ലം, അതിനുശേഷം രാഹു 18 കൊല്ലം. ഈ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രനിൽ ശനിയാണ്. 9/1/2025 തൊട്ട് 11/3/2028 വരെ ഇദ്ദേഹത്തിന് ശുക്രദശയിൽ ശനിയുടെ അപഹാരം. നല്ല സമയം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ, വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്ന ലഗ്നം, 4-ൽ ശശയോഗം കൊടുത്ത് നിൽക്കുന്ന ശനി, അതിൻ്റെ അപഹാരം നടക്കുന്നു. നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് പറയുമ്പോൾ കൗശലക്കാരായിട്ടുള്ള സൂത്രബുദ്ധിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു സാമീപ്യം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടായാൽ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം പോകാനായിട്ട്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.